നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്ന് ലേറ്റ് ആവുമെന്ന് ഉറപ്പാ. നിർത്ത്. എന്താടാ നീ വണ്ടി തിരിച്ചേ. വണ്ടി തിരിക്ക്, ഞാൻ പറയാം. തിരിക്കടാ, തിരിക്ക്. അങ്ങോട്ട് 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 റൈറ്റിലേക്ക്. ഇവിടെ നിർത്തല, അവിടെ നിർത്തടാ. എന്ത് പറ്റി? അല്ല, ഓട്ടോ കിട്ടുന്നില്ല. ഓ, അത്രേ ഉള്ളോ? ഇവൻ കൊണ്ടുവിടും. ഞാനോ? ബിരാരി, മഞ്ജു കയറിയിരിക്കെ. അതൊന്നും വേണ്ട, ഞാൻ സ്റ്റാൻഡിൽ പോയി ടാക്സി അയച്ചുതരാം. എന്തിനാടാ വെറുതെ പാഴ്ചെലവ്? മഞ്ജുവിനെ സ്റ്റേഷൻ മുമ്പിൽ ഇറക്കിയിട്ടാ പോരെ. അപ്പൊ നീ എന്ത് ചെയ്യും? എടാ, ഞാൻ നടന്നോ കാളവണ്ടി എങ്ങനെയെങ്കിലും വന്നോളാം. എടാ, നീ മഞ്ജുവിനെ കൊണ്ടുപോ. ദേ, കൂടുതൽ നമ്പർ കളിക്കാലേ ഞാൻ എന്റെ അമ്മയെ വിളിച്ചു പറയും. അത് വേണോ? വേണ്ട. ആ, എന്നാ മഞ്ജു കയറിക്കോട്ടെ. ആ, കേറ്. ആ, ചെല്ലി, വേഗം ചെല്ലി. ബൈ. യോ, ദൈവമേ, ബസ് കാശില്ലല്ലോ. ആ, ലിഫ്റ്റ് അടിക്കാം. ഞാൻ പോകണം സാർ. ഗിരി, ഒരു നിമിഷം. നിങ്ങളെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരുമിച്ച് കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും സന്തോഷായി. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചല്ലോ. ഞാൻ പലപ്പോഴും മഞ്ജുനോട് പറയാറുണ്ട്, ക്ഷമയോടെ കാത്തിരുന്ന മാത്രം മതിയെന്ന്. പതുക്കെ ഗിരിയും ഭാനുമതി അമ്മയും തെറ്റിദ്ധാരണ എല്ലാം മാറി എല്ലാം മനസ്സിലാക്കി മോളെ അംഗീകരിക്കുമെന്ന്. എന്തായാലും അങ്ങനെ തന്നെ സംഭവിച്ചല്ലോ. ആശ്വാസായി. മഞ്ജുവും ഗിരിയും ഒരുമിച്ച എല്ലാ തരത്തിലും അപകടമാവും. ആ ഗിരി, എന്നാലും എന്റെ ഗിരിയെ, ഇത്ര പെട്ടെന്ന് നീ നിന്റെ നിലപാട് മാറ്റുമെന്ന് ഞാൻ കരുതിയില്ല. ഇത്രയും കാലം പോലീസുകാരെ കൊല്ലുന്നും പറഞ്ഞ് നടന്ന ആളാണ് ഇപ്പൊ ഭർത്താവ് ഉദ്യോഗം ചെയ്യുന്ന ആളെ പോലെ ഭാര്യയെ ഡ്രോപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അല്ല, നിന്റെ അച്ഛനെ കൊന്നത് പോലീസുകാരാണെന്നുള്ള കാര്യം നീ മറന്നോ? എന്തൊക്കെ പറഞ്ഞാലും മഞ്ജു ഒരു പുലി തന്നെ. ഇവള് ഗിരിയെ പോലീസുകാരുടെ മുമ്പില് അടിയറവ് പറയിപ്പിച്ചു. എത്ര ആണുങ്ങൾ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് നടത്തിയെടുത്തത്. വെൽഡൻ മഞ്ജു, ഇപ്പോഴാണ് നീ ശരിക്കും മാധവന്റെ മകളാണെന്ന് തെളിയിച്ചത്. മോളുടെ അച്ഛന് പോലും ഇത്രയും കാലമായിട്ട് സാധിക്കാത്ത കാര്യമാണ് നീ സിമ്പിളായിട്ട് ചെയ്തത്. ഗിരിയെ പോലീസിന്റെ മുമ്പിലേ മുട്ടുകുത്തിച്ചല്ലോ. താൻ എന്തൊക്കെയോട് പറയണത്? പോലീസുകാരെന്താ പകപൊക്കം നടക്കാണെന്നാണോ തന്റെ വിചാരം? താൻ വാ പൊളിക്കണത് വിഷം ചീറ്റാൻ മാത്രമായിരിക്കും അല്ലേ? മിണ്ടാതിരുന്നോണം. ഇയാള് പറയുന്നതൊന്നും ഗിരി കാര്യാക്കി എടുക്കരുത്. ഈ സ്റ്റേഷൻ ഞങ്ങൾക്കൊരു കുടുംബം പോലെയാണ്. ഗിരി ഇപ്പോ ഈ കുടുംബത്തിന്റെ ഒരു ഭാഗ. ഏയ് മതി, കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ എന്റെ അച്ഛനെ കൊന്നവരുടെ കുടുംബത്തിന്റെ ഭാഗമാണല്ലേ? ഈ യൂണിഫോമിന്റെ എല്ലാരും എന്റെ ശത്രുക്കളാ, ഇവളടക്കം.
ഒരു ലിഫ്റ്റ് കൊടുത്തു എന്ന് കരുതി എന്റെ മനസ്സലിഞ്ഞു പോയെന്ന് ആരും കരുതണ്ട. താൻ എന്താ പറഞ്ഞത്? ഞാൻ മഞ്ജുവിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞെന്നോ? അതിന് ഗിരി വേറെ ജനിക്കണം. ഇവളെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടില്ല ഫ്രാൻസിസെ. ഇവള് മാധവന്റെ മകളാണെങ്കിൽ ഞാൻ ശങ്കരന്റെ മകനാണ്. സോറി സർ. എന്തിനാ മോളെ, നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എല്ലാത്തിനും കാരണം ഇയാളാ. താൻ എന്തിനാണോ ഗരിതിയിൽ എണ്ണ ഒഴിച്ചത്? മോളിതൊന്നും കാര്യാക്കാൻ നിൽക്കണ്ട. വീട്ടിൽ ചെല്ലുമ്പോ ഗിരിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ആ മോള് വാ. സ്വപ്ന, എന്താ ഇവിടെ? ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. ഓ, കുറെ കാലമായി സ്വപ്നയോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. ഈ യാദൃശ്യമായ കണ്ടുമുട്ടൽ എല്ലാത്തിനും ഒരു നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താ കാര്യം? വളച്ചു കെട്ടി കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് ശീലമില്ല. എനിക്ക് തന്നെ ഇഷ്ടമാണ്. സത്യം പറഞ്ഞ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിന്നെ കണ്ടപ്പോഴാണ് മഞ്ജുവായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് വെക്കാൻ ഞാൻ തീരുമാനിച്ചത്. അതിനു മുമ്പും സഞ്ജുവേട്ടൻ എന്നെ കണ്ടിട്ടുണ്ടല്ലോ. ശരിയാണ്, പക്ഷെ അന്ന് കണ്ടപ്പോഴാണ് നിന്നെ എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇവനൊരു ഒന്നൊന്നര ഫ്രോഡാണല്ലോ. സാരമില്ല, ആവശ്യം എന്റെ അല്ലേ. ഇവനെ ഉപയോഗിച്ച് എനിക്ക് വേണ്ട കാശും പദവിയും വാങ്ങിച്ചെടുക്കണം. ഇവന്റെ മുന്നിൽ നിഷ്കളങ്കയായി അഭിനയിച്ചാ മതി. ഈ മണ്ടൻ അതങ്ങ് വിശ്വസിച്ചോളൂ. സ്വപ്ന ഒന്നും പറഞ്ഞില്ല. അല്ല, എനിക്കിതൊക്കെ ഒരു തെറ്റായിട്ടാ തോന്നുന്ന സഞ്ജുവേട്ടാ. എന്റെ വീട്ടുകാര് പറയുന്ന പയ്യനെ കല്യാണം കഴിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുന്നേ ഉള്ള പ്രണയമൊന്നും ശരിയാവില്ല. ഇവള് വെറും പൊട്ടിക്കാളിയാണ്, സിമ്പിളായിട്ട് പറ്റിക്കാം. ഞാൻ ഗിരിയോടും എൻ്റെ അടിയോടും ഒക്കെ നമ്മുടെ കല്യാണക്കാരി സംസാരിച്ചോളാം. അതിനു മുമ്പ് സ്വപ്നയ്ക്ക് എന്നെ ഇഷ്ടമാണോന്ന് അറിയണ്ടേ? പറ, എന്നെ ഇഷ്ടമാണോ? എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ഞാൻ പോവാ. ഇവള് വെറും പാവാ. എന്ത് ചെയ്യാം, പറ്റിച്ചല്ലേ പറ്റൂ. ഗിരിയുടെ പെങ്ങളായി പോയില്ലേ. ഞാൻ ഇത്രയും കാലം അന്വേഷിച്ച് നടന്ന അവസരം ഇതാ. ഇവനെ പോലൊരു കാശുകാരനെ വളച്ചെടുത്ത് സെറ്റിലാവുന്നത് തന്നെയാ ബുദ്ധി. ഇവൻ എന്നെ പറ്റിക്കാൻ നോക്കും, പക്ഷെ ഞാൻ എന്റെ കരുക്കൾ കൃത്യമായിട്ട് നീക്കിയ എനിക്ക് ഗോപാൽജിയുടെ മരുമകളാവാം. ശല്യം. ഈ മുകുന്ദന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. സഞ്ജുവിനെ കിട്ടിയതുകൊണ്ട് ഇനി മുകുന്ദനെ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ.